In this video, we are covering two topics. First of all, we can see how the GST registration can be cancelled or suspended. Second thing is revocation of cancellation. Okay, GST registration എപ്പോഴൊക്കെയാണ് ക്യാൻസൽ ചെയ്യുക? GST registration ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ടാക്സ് പെയർ ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ ഓർ ദ ലീഗൽ ഹയേഴ്സ് ഓഫ് എ ഡിസീസ്ഡ് ടാക്സ് പെയർ ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ GST ഓഫീസർ, ദ പ്രോപ്പർ ഓഫീസർ ഓൺ ഹിസ് ഓൺ മോഷൻ മേ ക്യാൻസൽ ദ GST registration. GST registration is granted under the GST Act can be cancelled for specified reasons. This can be cancelled either by the department on their own motion or by the taxpayer through an application filed by the person himself or the legal heirs of a deceased person in certain circumstances. So here a graphical presentation of GST registration, cancellation of registration is given. Upon the request of the taxpayer, GST registration can be cancelled. അപ്പോൾ ഏതൊക്കെയാണ് അത് സിറ്റുവേഷൻസ്? ടേൺ ഓവർ ലെസ് ദാൻ ദ ത്രെഷോൾഡ് ലിമിറ്റ് ആണ് എങ്കിൽ ദ ടാക്സ് പെയർ ക്യാൻ റിക്വസ്റ്റ് ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് GST registration. ടേൺ ഓവർ എന്ന് പറയുന്നത് ഫോർ നോർമൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് 40 lakhs ആണ്. And for special category states, it is 20 lakhs. For service providers, it is 20 lakhs and 10 lakhs that you know the threshold limit. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൺ അതർ കേസസ്. അപ്പോൾ അതർ കേസസ് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ഒരു ടാക്സ് പെയർ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുക? ഇൻ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂവേഷൻ ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് or change in the constitution of business. ഈ രണ്ട് സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം? ദ ടാക്സ് പെയർ ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ദ GST പോർട്ടൽ. ദ ക്യാൻ റിക്വസ്റ്റ് ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. ഇനി ഡിസീസ്ഡ് ടാക്സ് പെയർ ആണെങ്കിൽ ദ ലീഗൽ ഹയേഴ്സ് ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് ദ GST രജിസ്ട്രേഷൻ. വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ ടാക്സ് ഓഫീസർ, ദ പ്രോപ്പർ ഓഫീസർ മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ. അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ദ ടാക്സ് പെയർ ഷുഡ് ബി ഗിവൺ എ ചാൻസ് ഓഫ് ബീയിങ് ഹേർഡ്. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ബൈ ദി ഓഫീസർ? ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ദ പ്രോപ്പർ ഓഫീസർ after giving a chance of being heard to the taxpayer may cancel the GST registration. ഇപ്പോഴൊക്കെയാണ് സിറ്റുവേഷൻസ്: കോൺട്രാവെൻഷൻ ഓഫ് GST Act, failure of furnishing the return for 3 consecutive periods, failure to commence business within 6 months from the date of registration, registration by means of fraud. Registration is obtained by the taxpayer by means of fraud. These are the situations under which the proper officer may cancel the GST registration. In these cases, the officer will give a chance to the taxpayer for giving explanations. അപ്പോൾ ഇത് GST registration ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ഒരു ഫോർമാറ്റിലാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ GST ഓഫീസർ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത്, ഫോർ ദാറ്റ് ഓൾസോ ദർ ഈസ് എ ഫോർമാറ്റ്, എ ഫോം. സോ ദിസ് ഈസ് അബൌട്ട് ക്യാൻസലേഷൻ ഓഫ് GST രജിസ്ട്രേഷൻ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസലേഷന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മുതലാണത് ക്യാൻസൽ ആയിട്ടുണ്ടാവുക? ദ രജിസ്ട്രേഷൻ ഷാൽ ബി ഡീംഡ് ടു ബി സസ്പെൻഡഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓർ ഫ്രം ദ ഡേറ്റ് ഫ്രം വിച്ച് ദ ക്യാൻസലേഷൻ ഈസ് സോട്ട്, വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇന്ന ഡേറ്റ് മുതലാണ് ക്യാൻസലേഷൻ എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മുതലാണ്, അല്ലെങ്കിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ. ആൻഡ് ഇഫ് ദാറ്റ് ക്യാൻസലേഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദി ഓഫീസർ, ടാക്സ് ഓഫീസർ, he may suspend the registration with effect from the date determined by him. In this case, one thing is important: enough opportunity should be given to the taxpayer, registered person, for furnishing clarification. Once the registration is cancelled,
that will not affect the liability of payment of tax or discharge of any obligation under this act or any rules made thereunder. അപ്പോൾ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ഒന്നും ഒഴിവായി കിട്ടില്ല. ഇഫ് ഹീ ഈസ് ലൈബിൾ ഫോർ പേയിങ് ഇൻപുട്ട് ടാക്സ് ദാറ്റ് വിൽ ബി to be paid by the taxpayer once the registration is cancelled. Even if the registration is cancelled, the liability of payment of tax will be there. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ CGST, SGST, UTGST അങ്ങനെ GST ഡിഫറെൻറ്റ് GSTs ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ SGST ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി CGST രജിസ്ട്രേഷനും ക്യാൻസൽഡ് ആണ്. ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് ഓർ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് ആസ് ദ കേസ് മേ ബി ഷാൽ ബി ഡീംഡ് ടു ബി ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട്. അതായത് ഒരാൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SGST രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി CGST രജിസ്റ്റേർഡ് ആണ്. SGST ക്യാൻസൽഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി CGST cancelled ആണ്. So these are the things that we have to discuss with respect to the cancellation of registration or suspension of registration. ഇനി ഇങ്ങനെ ക്യാൻസലേഷൻ എപ്പോഴൊക്കെയാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, റിവോക്ക് ചെയ്യുന്നത്? റിവോക്കേഷൻ ഓഫ് cancellation of registration means that the decision to cancel the registration has been reversed and the registration is still valid. ഇവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഫോം GST REG 21. അതെന്താണ്? അപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ടു ബി ഫേർണിഷ്ഡ് ഇൻ ദിസ് ഫോം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GST രജിസ്ട്രേഷൻ പ്രോപ്പർ ഓഫീസർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ദ ടാക്സ് പെയർ ഷുഡ് ബി ഗിവൺ എ ചാൻസ് ഓഫ് ബീങ് ഹേർഡ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം? ടാക്സ് പെയർ ക്യാൻ ഫയൽ ആൻ അപ്ലിക്കേഷൻ ഫോർ ദ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അങ്ങനെ റിവോക്കേഷന് റിക്വസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ദിസ് ഫോം GST REG 21. And if the proper officer is satisfied with it, he can revoke the cancellation of registration by an order in form GST REG 22. അപ്പോൾ GST REG 22 എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷന് റിവോക്ക് ചെയ്യാൻ ഉള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഫോമാണെന്ത്? GST REG 22. That is to be given within 30 days from the date of receipt of the application. Application is in GST REG 21. റിവോക്കേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ട GST REG 21 ആണ്. അത് പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് റിവോക്ക്ഡ് ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ in form GST REG 22 within 30 days from the receipt of the application. And reason for revocation of cancellation of registration must be recorded in writing. Before rejecting, if that is rejected, before rejecting, the proper officer must issue a show cause notice in form GST REG 23 for the applicant to show why the application should not be rejected. The applicant must reply in form GST REG 24 within 7 working days from the date of service of the notice. മനസ്സിലായല്ലോ? അപ്പോൾ GST REG 23 എന്ന് പറയുന്നത് എന്താണ്? ഷോ കോസ് നോട്ടീസാണ് ഫോർ റിജക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ റിവോക്ക് ചെയ്യുന്ന ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ the officer may file a show cause notice to the applicant, to the GST registered person in GST REG 23. എന്തുകൊണ്ടാണ് നിങ്ങളുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാതിരിക്കാനുള്ള റീസൺ ദാറ്റ് ഈസ് ടു ബി സ്റ്റേറ്റഡ്. അങ്ങനെ കൊടുക്കുന്ന നോട്ടീസിൻ്റെ റിപ്ലൈ ആണെന്ത്? GST REG 24 അപ്ലിക്കൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ റിപ്ലൈ കൊടുക്കുന്നതാണ് GST REG 24. ദാറ്റ് ഈസ് ടു റിപ്ലൈ ടു ദി നോട്ടീസ് ഫോർ റിജക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. Okay, means the proper officer will take decision within 30 days from the date of receipt of clarification from the applicant in form GST REG 24.
റൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫോം GST REG 21 എന്ന് പറയുന്നത് റിവോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷനാണ്, രജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കുന്ന അപ്ലിക്കേഷനാണ്. ഫോം GST REG 22 എന്ന് പറയുന്നത് ഓർഡർ ഫോർ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ GST ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നതാണ്. REG 23 എന്ന് പറയുന്നത് ഷോക്കോസ് നോട്ടീസാണ്. റിജക്റ്റ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് GST REG 23. അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്ലിക്കൻറ്റ്, രജിസ്റ്റേർഡ് പേഴ്സൺ അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നതാണ് ഫോം GST REG 24. ഓക്കെ. സോ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് വി ഡിസ്കസ് ടുഡേ? ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയൊക്കെയാണ് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രോപ്പർ ഓഫീസർ ക്യാൻ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ദ ടാക്സ് പെയർ ഓൺ ഹിസ് ഓൺ റിക്വസ്റ്റ് through an application can cancel the registration, or the legal heirs of a deceased taxpayer can also through an application request for cancellation of registration. ഇനി ഓഫീസറാണ് ക്യാൻസൽ ചെയ്യുന്നത്, ഓൺ ഹിസ് ഓൺ മോഷൻ ആണ് എങ്കിൽ an opportunity should be given to the registered person for being heard, for providing explanation. അല്ലേ? An opportunity to be provided to the registered person for furnishing his clarification should be given if the registration cancellation is done on the motion of this officer. ഓക്കെ. ഇനിയിപ്പോൾ GST രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ് കമൻസ് ചെയ്ത് വിത്തിൻ 6 months ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്, രജിസ്ട്രേഷൻ വിൽ ബി ക്യാൻസൽഡ്. ഏർലിയർ ഇറ്റ് വാസ് 1 year എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് റിവോക്ക് ചെയ്യാം. അത് റിവോക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇൻ ദ പ്രോപ്പർ ഫോം ദ അപ്ലിക്കൻറ്റ് ഷുഡ് ഫയൽ ആൻ അപ്ലിക്കേഷൻ. അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ക്ലാരിഫിക്കേഷൻ ചോദിക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇൻ എ ഫോം. അതിനുള്ള റിപ്ലൈ ദാറ്റ് ഈസ് ഓൾസോ ടു ബി പ്രൊവൈഡഡ് ഇൻ എ സ്പെസിഫൈഡ് ഫോമാറ്റ്. അങ്ങനെ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ GST registration will be cancelled. Otherwise GST registration ഉള്ളത് വാലിഡ് ആയിരിക്കും. ഓക്കെ.